നമസ്കാരം, ഞാൻ മൃണാൾ. ഞാനൊന്ന് എടപ്പള്ളിയിൽ നിന്ന് എടപ്പള്ളി വരെ പോവുകയാണ്. മൊത്തം യാത്ര ചെയ്യാനുള്ളത് 1 കിലോമീറ്ററിൽ താഴെ. യാത്രാ സമയം 45 മിനിറ്റ്. അതിനൊരു കാരണമുണ്ട്. ഇതിന്റെ പ്രത്യേകത സാധാരണ എല്ലാരും വെക്കണ രീതിയല്ല, നമ്മുടെ കാട്ടുവെപ്പാണ്. എങ്ങനെയാണ് കാട്ടുവെപ്പ് എന്ന് പറയും. അതെന്ത് വെപ്പാണ്? എത്ര ഇൻഗ്രീഡിയന്റ് ഉണ്ടെന്ന് പറയാമോ? എന്തായാലും കോഴിയുണ്ട്, കോഴിയുണ്ട്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് പറയാമോ? ബാക്കി ഒന്നും കാണാനില്ലല്ലോ. ഉള്ളിയുണ്ട്, ഇടിച്ചമുളക് ഉണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഉള്ളി, വെളിച്ചെണ്ണ, ഇടിച്ച മുളക്, കോഴിന്നാ 4 കോഴി കൂട്ടരുത്. എല്ലാരും ഒരു തേങ്ങാപ്പാലും ഇതൊക്കെ ഇട്ട് ഭയങ്കര അഭ്യാസ സാധനങ്ങളാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് കുക്ക് 15 മിനിറ്റ് പരിപാടി തീർത്ത് സെറ്റാക്കി ഒരു ചെറിയ കഷ്ണം കഴിച്ച്. ഒരുപാട് കുടുംബങ്ങളുടെ അടുക്കള ഇവിടെ. അതെ അതെ, പല തരത്തിലെ കുക്കിംഗ് കാണാൻ പറ്റും. അപ്പൊ ഈ കോഴിയൊക്കെ പള്ളിയിൽ നിന്ന് ലേലത്തിന് എടുക്കണം. എല്ലാം പള്ളിയിൽ നിന്ന് ലേലത്തിന് എടുക്കാത്ത കോഴി ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? വരും. അവിടെ നേർച്ചയിട്ടിട്ട് എടുക്കും. അവിടെ നോക്കാം, അവരൊക്കെ ഇരിക്കണ കണ്ടാലേ അല്ലേ, എന്ത് ഹാപ്പി ആയിട്ട്. ഫാമിലീസ് കൂടുതലുണ്ടാവും. നോക്കി, ഓരോ ഗ്രൂപ്പ് തന്നെ ഫാമിലീസിന്റെ ഗ്യാങ് ആയിരിക്കും കൂടുതലുണ്ടാവും. 500 പേര് അറ്റ് എ ടൈം കുക്ക് ചെയ്ത് കൊണ്ടുണ്ടാവും. 500 അടുപ്പുണ്ടാവും അറ്റ് എ ടൈം. ഇത് പേടിയുണ്ടല്ലോ, പാമ്പിന് പേടിയുണ്ടാവുമല്ലോ. പാമ്പ് വീട്ടിൽ വന്നു എന്ന് വരുമ്പോ പുണ്യാളിന് നേർച്ച നേരും. അപ്പൊ പണ്ട് ചെയ്തിരുന്ന വീട്ടിൽ സെന്റ് ജോർജ് പുണ്യാളിന് പണ്ട് വീട്ടിൽ വളർത്തിരുന്ന കോഴിനെയാണ് നേർച്ച നേർന്നിരുന്നത്. വീട്ടിലൊരു കോഴിനെ പുണ്യാളനായിട്ട് വളർത്തും. ആ പെരുന്നാളാകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് അതിനെ നമ്മ തന്നെ ലേലം വിളിച്ചെടുത്ത് ഇവിടെ കുക്ക് ചെയ്തെടുക്കും. അതാണ് ഇത് തുടക്കം. അത് വന്നിപ്പോ ആയിരക്കണക്കിന് ആൾക്കാർ ഡെയിലി ഈ പെരുന്നാൾ കഴിയണവരുണ്ടാവും. ഏതാണ്ട് 28 ദിവസം ഉണ്ടാവും. അപ്പൊ ഒരു ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം ആൾക്കാരെങ്കിലും വന്ന് കോഴിയെ മിനിമം. വെറുതെ അല്ല കച്ചവട ലേശം കുറഞ്ഞത്, കംപ്ലീറ്റ് ആൾക്കാർ ഇവിടെ കുക്ക് ചെയ്യാണ്. ഇവരൊക്കെ സാധാരണ നമ്മുടെ ബിരിയാണി മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോ പുണ്യാളുടെ ഒരു ഭീഷണിയല്ല. അവധിക്കാലങ്ങളിൽ നിങ്ങൾക്ക് ഭീഷണിയാണ് ശരിക്കും പറഞ്ഞു. കച്ചവടം കുറയുമ്പോ എന്റെ പുണ്യാളെ കച്ചവടം കൂട്ടണമെന്നാണ് നമ്മള് പറയണത്. പുണ്യാളിനാണ് ഈ പണി തരണത്, നമ്മളറിയില്ലല്ലോ. നബിദിനത്തിനൊക്കെ എല്ലാരും എടപ്പള്ളി ഭാഗത്ത് നല്ലോണം ബിരിയാണിയും കാര്യങ്ങളൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റും വെക്കല്ല. പക്ഷെ 6000 പേർക്കുള്ള മട്ടൻ കറിയാണ് പള്ളി ഉണ്ടാക്കുന്നത്. അപ്പൊ അവര് പള്ളിയാണ് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ. അല്ല, പക്ഷെ വേറെ കാര്യമുണ്ട് ആ കാര്യത്തിൽ. ഞാൻ വേണേ പള്ളിയായിട്ടും ഈ പള്ളിയായിട്ടും മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷെ ഗണപതി അമ്പലമായിട്ട് മുട്ടാൻ പറ്റൂല. ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മേ, അതൊന്നും പോണ്ടേ, ഡെയിലി പോയാൽ റെഡിയാണ്. ഇതിൽ വേറെ പ്രത്യേകതയുണ്ട്. ഈ സാധനം ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ കുക്കിംഗ് കാണാനല്ലേ. മുന്നേ ഈ എടപ്പള്ളി തൊട്ട് നമ്മുടെ പാലാരിവട്ടം സിഗ്നലില്ലേ, അവിടം വരെ റോഡ് സൈഡിലായിരുന്നു ഈ കുക്കിംഗ് നടന്നുകൊണ്ടിരുന്നത്. പൊങ്കാല പോലെ അത് നിന്നിട്ട് ആളുകള് വേസ്റ്റ് ഒക്കെ ഇട്ട് പോകണം കഴിഞ്ഞപ്പോ പള്ളി തന്നെയാണ് ഇങ്ങനെ ഒരു സജ്ജീകരണം ആക്കി കൊടുത്തത്. ഇപ്പോൾ 1.5 ഏക്കർ പറമ്പാണല്ലോ. അതെ. പിന്നെ മാതാവിന്റെ പള്ളി കപ്പൽപള്ളി ബാങ്ക് ആ വഴി ഇങ്ങോട്ട് പോരി. കപ്പൽപള്ളി 25 കപ്പൽപള്ളി കുക്കിങ്ങില് ഭീകരമായിട്ട് താല്പര്യമുള്ള സംഘങ്ങൾ ഇങ്ങനെ സംഘടിച്ചിരിക്കുകയാണ് ഇവിടെ, ആർമാദിക്കുകയാണ്. എന്ത് രസമുള്ളൊരു രാത്രിയായിരുന്നു എന്നറിയാം. പറ്റുചേരുവാണ് പോണോട്ടോ. വീട്ടുകാർക്കൊക്കെ ആ പാത്രത്തില് 30 കോഴിയാണ്, 30 കിലോ കോഴിയാണ്. ഒരു 25 പേരേ ഉള്ളൂ. എന്ത് വേറൊന്നുമല്ല, ഒന്നും കൊടുക്കാൻ പോകണ്ട. 5 പേർക്ക് 30 കിലോ കോഴി ലേശം കൂടുതലാണ്. അവിടെ അരിയുന്നേ ഉള്ളൂ, തുടങ്ങുന്നേ ഉള്ളൂ. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരും വന്നിട്ടുണ്ട്. പലരും ഈ സ്ഥലം താൽക്കാലിക വീടാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഫൈൻ ഡൈൻ പ്രതീക്ഷിക്കരുത്. ഇവിടെ മൃണാൾസ് ഡൽഹിയാണ്, നിന്ന് കഴിക്കാം. ഇത് എവിടുന്നാണ് ബ്രെഡ്? ഇവിടെ ഒന്ന് മേടിച്ചു ഫ്രണ്ടിലായിട്ട് കുക്കി വെക്കണ്ട. മറ്റേതല്ലേ, മറ്റേ ബ്രെഡ് ആയതുകൊണ്ട് മേടിച്ചാ. അവിടെ നിൽക്കുന്ന 2 പേരുണ്ട്, അവരെന്തോ സിമ്പിൾ പരിപാടിയാന്ന് വെച്ച് വന്നാണ്. അവർക്ക് മടുത്ത്
കോഴി എവിടെ എത്തിയിട്ടുമില്ല. അതെ ആയിട്ടില്ല. അത് വേഗം കഴിച്ചിട്ട് പുകവലി മദ്യപാനം അതിനൊക്കെ സ്ഥലം ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒരുപാട് പേര് കഴിച്ചിട്ട് പോയി, ഒരുപാട് പേര് കഴിക്കുന്നു, ഒരുപാട് പേര് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ, ഒരുപാട് പേര് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. കോഴിയുടെ പൂട പറിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. സമയം രാത്രി എത്രയായെന്നറിയോ? 3 ഇൻഗ്രീഡിയന്റ് വെച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ സാധനം ഉപായത്തിലുള്ളതല്ല. അതത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മതി മതി. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു, ഉള്ളി ഇട്ട് വാട്ടി വരുമ്പോഴത്തേക്കും ഇടിച്ചമുളക് ഇട്ടു. ഇടിച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ചിക്കൻ ഇട്ടു. ഒരു പണി എടുത്തിട്ടില്ല. ബാക്കിയുള്ള നമ്മുടെ കൈപ്പുണ്യാണ് മനുഷ്യ. ആരുടെ എവിടുന്ന് കഴിച്ചിട്ട് ഇതിന് കാട്ടുവെപ്പ് എന്നല്ല വിളിക്കേണ്ടത്, മടിയൻ വെപ്പ് എന്നാണ്. ഒരു പണിയും എടുത്തിട്ടില്ല. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ടോ? ചിക്കൻ ഇതിൽ നിന്ന് എടുക്ക്. ഞാൻ ശരിക്കും ആലപ്പുഴക്കാരനാണ്. അല്ല, എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ആദ്യം ഇടണം. യോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും നേർച്ചകാഴ്ചകൾ സമർപ്പിച്ച് പങ്കെടുക്കുന്ന മതസ്ഥരായ സോഫ്റ്റ് അല്ല ചിക്കൻ. പാലിക്കേണ്ടതാണ്. മാനദണ്ഡങ്ങളും കർശനമായി പാലിച്ച് സഹകരിക്കുവാൻ ഭക്തജനങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞു. കൊച്ചിയിലെ ആ മെയിൻ ഹൈവേയിലേക്ക് കടന്നു പോയാൽ, അതായത് എടപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴക്കുള്ള ഹൈവേയിലോ അല്ലെങ്കിൽ എടപ്പള്ളിയിൽ നിന്ന് കലൂരേക്കുള്ള 4 ലൈൻ റോഡിലോ പോയാൽ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ പോലും പറ്റൂല. മറ്റേ മധുരം ഉണ്ടോ? എടപ്പള്ളി കലൂർ റൂട്ടിൽ നിന്ന് 1-2 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്തും. അതുപോലെ എടപ്പള്ളി ആലപ്പുഴ ഹൈവേയിൽ നിന്ന് 4-5 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്തും. കോഴി ആരാ വൃത്തിയാക്കുന്നേ? നമ്മള് ചെയ്ത കോഴി വൃത്തിയാക്കാൻ സഹായിക്കാനൊക്കെ അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ പല വീട്ടുകാരും മരത്തിന്റെ മുട്ടിയും കത്തിയും ഒക്കെ ആയിട്ട് ഫുൾ സെറ്റപ്പിലാണ് വരുന്നത്. ഒരു പ്രൊഫഷണൽസായി മാറി. എല്ലാ കൊല്ലവും വന്നേ എത്രയോ തവണ കണ്ട പള്ളിയാണിത്. പക്ഷെ ഇതിന്റെ ആഘോഷം ഇങ്ങനെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്.